ഏകം സദ് വിപ്ര ബഹുധാ വദന്തി. ഇത് വേദത്തിലുള്ള ഒരു വാക്യമാണ്. ഏകമാണ് ഈശ്വരൻ, സത്യം, ഒരേ ഒരു സത്യം, ഏകമായ സത്യം, അതാണ് ഈശ്വരൻ. അതിനെ പലരും പലതായിട്ട് പറയുകയാണ്. അതായത് ഏകമായ ഒന്നിനെ പല രൂപത്തിൽ പല നാമത്തിൽ ആളുകൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആ ഏകത്തിന് അനേകത്വം സംഭവിക്കുന്നില്ല. ആളുകൾ അതിനെ പല രൂപത്തിൽ പല നാമത്തിലൊക്കെ ഉപാസിക്കുന്നു. അത് അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ഒരു ഡെമോക്രസി എന്ന് വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ദൈവം ഒന്ന് തന്നെയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള അതുപോലുള്ള ഒരു വാക്യമാണ് തമിഴ് ശൈവസിദ്ധനായിട്ടുള്ള തിരുമൂലരുടെ ഒരേ കുലവും ഒരുവനേ ദൈവവും. ഒറ്റ കുലം മാത്രമേ ഉള്ളൂ. ജീവജാലങ്ങൾ മുഴുവൻ ഒരു കുലമാണ്. മനുഷ്യൻ മാത്രം ഒരു കുലമാണെന്നല്ല പറഞ്ഞത്. ജീവജാലങ്ങൾ മുഴുവൻ ഒരു കുലമാണ്. ആ കുലത്തിന് ഒറ്റ ദൈവമേ ഉള്ളൂ. ഒരു ദൈവമേ ഉള്ളൂ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്. അല്ലാണ്ട് പല പല ദൈവങ്ങളില്ല. അതാണ് ഈ തിരുമൂലരുടെ ഈ വാക്യമാണ് നാരായണ ഗുരുസ്വാമികൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞത്. അവിടെ പക്ഷേ ജീവജാലങ്ങളെ ചുരുക്കി മനുഷ്യനാക്കി. മനുഷ്യന് മാത്രമല്ല, ജീവജാലങ്ങൾക്ക് മുഴുവൻ ഒരു ഏകദൈവം എന്നുള്ളതാണ് യഥാർത്ഥ വേദത്തിലും ശൈവ തെക്കേതര ശൈവ ആഗമങ്ങളിലുമൊക്കെ പറയുന്നത്. അതാണ് ഇനി അതിൻ്റെ ശരി. ഇപ്പോൾ ഞാനതിന് ചെറിയ ചെറിയ ചില കവിതകളിൽ കൂടെ ഉള്ളത് പറയാം. ഇപ്പോൾ നാലപ്പാട്ട് നാരായണമേനോൻ്റെ ഓണക്കാഴ്ചയിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഞാനത്. അപ്പതൻ പൂക്കളും അഗ്രതാരങ്ങളും ഒപ്പം ഭ്രമിച്ച മടിത്തടമേ. ഈശ്വരനെ വിളിക്കുകയാണ്. ഏറ്റവും നിസ്സാരമായിട്ടുള്ള ചില്ലറക്കാരനായിട്ടുള്ള ഒരു അപ്പപ്പൂവ്, അതും ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന അഗ്രതാരങ്ങൾ രണ്ടും ഈശ്വരൻ്റെ മടിയിൽ, അച്ഛൻ്റെ മടിയിൽ തുല്യമായ സ്വാതന്ത്ര്യത്തോടെ തുല്യമായ സ്നേഹവും തുല്യമായ കാരുണ്യവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജനിച്ചതും ജീവിക്കുന്നതുമൊക്കെ. അങ്ങനെയുള്ള ഒരു ഏകത്വമായ എല്ലാം ഒന്നായിട്ടുള്ളൊരു കുലം, അതാണ് ശരിക്ക് ഈശ്വരൻ്റെ ഇത്. അതായത് ചെറുത് വലുതെന്നോ താഴ്ന്നത് ഉയർന്നത് എന്നോ ഭേദം കൂടാതെ എല്ലാവരെയും ഒരുപോലെ കാരുണ്യത്തോടെ ഒരുപോലെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ഒരു സ്വഭാവമാണ് ഈശ്വരന്. പരമകാരുണികനാണ് ഈശ്വരൻ എന്നർത്ഥം. അപ്പോൾ നമുക്ക് എത്രത്തോളം കരുണ കൂടിക്കൂടി വരുന്നു അത്രത്തോളം നമ്മൾ ഈശ്വരനോട് അടുത്തടുത്ത് നിൽക്കുന്നു. ഇതിന് ബാലാമണി അമ്മയുടെ ഒരു കവിത അതിനൊരു വേറൊരു ഉദാഹരണമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കവിതയാണ്. ഉമ്മ വയ്ക്കില്ല, ഇതിനെയും കൂടി ഉമ്മ വയ്ക്കില്ലെങ്കിൽ അമ്മയ്ക്ക് കാട്ടിത്തരില്ല ഞാൻ എൻ മുഖം എന്ന് ഒരു മകളെ അമ്മയോട് പറയണം. മകളെ അമ്മ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ഉമ്മ വയ്ക്കുന്നു. പക്ഷെ മകളെടുത്ത് ഉമ്മ വയ്ക്കുന്ന ഒരു കൊച്ചു പൂച്ചക്കുട്ടീനെ ഉമ്മ വയ്ക്കാൻ അമ്മയ്ക്കൊരു മടി. അപ്പം മകൾ പറയാണ്, അമ്മ ഈ പൂച്ചക്കുട്ടീനെയും എന്നെ ഉമ്മ വയ്ക്കണ പോലെ സ്നേഹത്തോടെ ഉമ്മ വെച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മുഖം ഞാൻ അമ്മയ്ക്ക് കാട്ടിത്തരില്ല ഉമ്മ വയ്ക്കാൻ. മകളുടെ ആ വാശി അമ്മയെ ഒരു സാധനം പഠിപ്പിക്കുന്നത്. എന്താണ് അമ്മയ്ക്ക് ആ കുട്ടിയുടെ വാശി പഠിപ്പിച്ചത്? ഞാനീ പ്രപഞ്ചത്തിന് അമ്മയായെങ്കിലേ മാനിതമായി വരൂ നിൻ ജന്മമോമനെ. ഞാൻ എത്രത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മ എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അപ്പോഴേ എൻ്റെ കുട്ടിക്ക് അഭിമാനമുള്ളൂ എന്നുള്ളൊരു പാഠം ആ അമ്മ ആ കുട്ടിയുടെ ആ ചെറിയ വാശിയിൽ നിന്ന് പഠിച്ചു. അതായത് കുട്ടി അമ്മേനെയും പഠിപ്പിക്കുന്നുണ്ട്, അമ്മ കുട്ടീനെയും പഠിപ്പിക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരാളെ മാത്രം പഠിപ്പിക്കുക. എന്താ ഇപ്പോൾ അവിടെ കുട്ടി പഠിപ്പിച്ചത്? ആ പൂച്ചക്കുട്ടി അടക്കം എല്ലാ സാധനങ്ങളും ഈശ്വരൻ്റെ ഒരു തുല്യമാണ്. അതേപോലെ അമ്മയും കൂടി ഉയർന്നാലേ എന്നെ അമ്മ സ്നേഹിക്കുള്ളൂ. അല്ലാതെ എന്നെ മാത്രമായിട്ടൊരു സ്വാർത്ഥമായിട്ടുള്ള സ്നേഹം ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു ഭാവന, അദ്വൈതത്തിൻ്റെ ഏറ്റവും പരമമായ പാഠം ഈ കരുണയാണ്. സകല ജീവജാലങ്ങളിലുമുള്ള കരുണ. ഇത് നിങ്ങൾക്ക് എത്രത്തോളം അധികം ആ ഗ്രേഡ് കൂടിക്കൂടി വരുമ്പോൾ അത്രത്തോളം നിങ്ങൾ ഈശ്വരനോട് അടുത്ത് നിൽക്കും. കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഈശ്വരനിൽ നിന്ന് അകന്നു പോയി ചെലുത്താൻ്റെ രൂപത്തിലേക്ക് ആയിത്തീരും. ഈ സിനിമാ പാട്ടുകളിലേക്ക് വന്ന് നോക്കിയാൽ നമുക്ക് കാണാം. രണ്ട് പാട്ടുകളുടെ രണ്ട് വരി ഞാൻ വെറുതെ ജസ്റ്റ് പറയാം. ഒന്ന് എല്ലാവരും എപ്പോഴും പറയുന്നതാണ്, മനുഷ്യനും മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു. അവിടെ ആ കവി ഉപയോഗിച്ച വാക്ക് ദൈവങ്ങളെ എന്നാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞ ഏകദൈവം എന്നുള്ള കൺസെപ്റ്റ് ആ കവി അവിടെ കളഞ്ഞു. ദൈവങ്ങളെ എന്ന് പറയുമ്പോൾ പല ദൈവങ്ങളുണ്ട് വന്നു. അതില്ല, പല ദൈവങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിനെ പലരും പല പേര് ചൊല്ലി അവരവരുടെ ഇഷ്ടത്തിന് വിളിക്കുകയാണെന്ന് നമ്മൾ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നുള്ളത് കണ്ടു. അതിനെ ഈ കവി ആരാണ്, ആ കവി എനിക്കറിയില്ല. കവി ആരായാലും അയാൾ അതിനെ വളരെയധികം
സംസാരിക്കുന്നത് താഴ്ത്തി കൊണ്ടുവന്നു ദൈവങ്ങളാക്കി. പക്ഷേ വേറൊരു സിനിമ താരത്തിൽ അതും യേശുദാസ് പാടിയത് തന്നെയാണ്. പക്ഷെ കവി ആരാന്ന് എനിക്കറിയില്ല. അത് കുറച്ചും കൂടിയും സൗന്ദര്യം തോന്നുന്നുണ്ട് എനിക്ക് ആ വാക്കിന്. എന്താ പറയണത് വെച്ചാൽ, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ മനുഷ്യൻ്റെ മനസ്സിലാണ് ദൈവത്തെ ജനിപ്പിക്കണതും മരിപ്പിക്കണതും. ജനിക്കണമെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങണം. ഈ കവിതയിൽ പോലും മനുഷ്യൻ മനുഷ്യനെ പറഞ്ഞുള്ളൂ. അത് പോരാന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ കവിതകൾ കാണിക്കുന്നത്. മനുഷ്യൻ ഈ ജീവജാലങ്ങളെ മുഴുവൻ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിൽ ദൈവം ജനിക്കുന്നത്. അതിനെയൊന്നും സ്നേഹിക്കാൻ വയ്യാന്നാവുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ മനസ്സിൽ ദൈവം ഉണ്ടാവുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അത് അവൻ്റെ കരുണ അനുസരിച്ചാണ്, അവൻ്റെ സ്നേഹവാത്സല്യം അനുസരിച്ചാണ്. ഈ പാഠം വളരെ അദ്വൈതത്തിൻ്റെ പ്രഥമ പാഠമാണ് ഈ കരുണ.